അമിതാഭ് ബച്ചൻ പൂണ്ട് വിളയാടിയില്ല. അമിതാഭ് ബച്ചൻ തകർത്തു. പിന്നെ നമ്മുടെ അന്നാബൻ, പിന്നെ പശുപതി, ഇങ്ങനെ പിന്നെ എനിക്ക് പേര് പറയാൻ പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ഫിലിം എന്ന് പറയാം ശരിക്കും പറയണ്ട. ഇതിന്റെ 3D കൂടി കാണാൻ ഞാൻ. അപ്പൊ ഇതൊരു ഗംഭീര ഇന്ത്യൻ സിനിമ കണ്ട ഒരു ചരിത്രമായി മാറാൻ പോകുന്നത്. പറയുന്നില്ല, എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ദൃശ്യ വിസ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും പോയി കാണണം. പ്രഭാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. 1000 കോടിയിൽ പ്രഭാസ് ഇത് കണ്ടിട്ട് നമ്മൾ ഇനി വിളിക്കും. അപ്പൊ എന്തായാലും ഗംഭീര പടമാണ്. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1000 കോടി എന്നല്ല, അതിന് മേലെ അടിക്കും. ഉറപ്പാണ് ഗംഭീര പടം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കമലഹാസന് അമിതാഭ് ബച്ചനൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ എല്ലാരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാരും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വേണ്ടത് സെക്കൻഡ് ഹാഫ് പൊളിയാ, അടിപൊളിയാ. എല്ലാം കൊണ്ടും അടിപൊളിയാ, ബാക്കിയെല്ലാം അടിപൊളിയാ, സൂപ്പറാ. അത് മറ്റേ റിബൽ ഇപ്പോഴും കൊണ്ടുവച്ച് അലക്കിയിട്ടുണ്ട്. ഒരു ആവശ്യമില്ലാത്ത വരുന്നത് അത്. പിന്നെ ആ ബിൽഡപ്പ്, അനാവശ്യം ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർവെൽ ബ്ലോക്ക് തൊട്ട് പൊളിയായിട്ടുണ്ട്. അതുപോലെ കൊണ്ടായിട്ടുണ്ട്. ഓക്കെ. പടം എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് ആ പടത്തിൻ്റെ പെർഫെക്ഷൻ ശരിക്കും വന്നേക്കുന്നത്. ശരിക്കും ഒരു മഹാഭാരത സ്റ്റോറി ലൈൻ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നല്ല പെർഫെക്ഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ഗ്രാഫിക്സൊക്കെ നമുക്ക് എടുത്തു പറയാം. ആ ശരിക്കും ഹോളിവുഡ് ലെവലിൽ തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഒരാളുടെ പടമല്ല, അത് പ്രഭാസിൻ്റെ മാത്രം പടമല്ല. അമിതാഭ് ബച്ചനാവട്ടെ, ദീപിക, ശോഭന, ഓഫ് കോഴ്സ് ഉലകനായകൻ കമലഹാസൻ്റെ ആ ഒരു ലാസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലായി പടം. നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാമിയോ റോൾസ് ഉണ്ട്. അത് നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അന്നാബിൻ്റെ ഒരു മികച്ച പ്രകടനം നമുക്ക് കാണാൻ പറ്റും പടത്തിൽ. അതേപോലെ ഒരുപാട് പേരുണ്ട്. അത് പറയുന്നതിനെക്കാട്ടി ആൾക്കാർ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരാളെ നമ്മൾ പ്രതീക്ഷിക്കാതെ കാണുമ്പോഴല്ലേ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നടന്മാർ വന്നപ്പോഴത്തേക്കും, ഒരുപാട് കാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടായി. അത് തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അല്ല, എനിക്ക് ഡബിങ്ങിന് ഒരു പ്രശ്നമല്ലോ കേട്ടോ. നമുക്ക് ഒരു അങ്ങനെ തോന്നിയല്ല, തെലുങ്ക് പടമായിട്ടൊന്നും തോന്നിയല്ല. നല്ല ഉഗ്രൻ സ്ക്രിപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കിടുപ്പനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. സെക്കൻഡ് പാർട്ട് കാണാമല്ലോ. അതാ അവസാനം കൈയടിയെ കാരണം ഒന്നും കേൾക്കത്തില്ലായിരുന്നു. കമലഹാസൻ്റെ ഒരു വരവുണ്ട് അവസാനം. കിട്ടില്ല, ഒന്നും പറയില്ല.